പറഞ്ഞ് 17 മിനിറ്റ് സംസാരിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞ് റിമാൻഡ് റിപ്പോർട്ടിലില്ല. എന്താ നിഷാദ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ റിമാൻഡ് ചെയ്യാൻ ആവശ്യമായ കാരണങ്ങൾ കോടതിയെ ബോധിപ്പിക്കുന്നതിന്റെ പേരാണ് റിമാൻഡ് റിപ്പോർട്ട്, അല്ലാതെ കുറ്റപത്രമല്ല. ആ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റിമാൻഡ് റിപ്പോർട്ട് ഇയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്നെന്ന കാര്യങ്ങൾ കൊണ്ട് അയാൾ അകത്ത് കിടക്കണം എന്നാണ് പറയുന്നത്. അത് അന്വേഷണത്തിന്റെ ആ ഘട്ടത്തിൽ വരെയുള്ള കാര്യങ്ങളാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും റിമാൻഡ് റിപ്പോർട്ട് മാറും. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഇതിനകത്തുള്ള പങ്കാളിത്തമാണ് പുറത്തു പറയുന്നത്. പത്മകുമാർ എന്ന് പറയുന്നത് CPIM നേതാവിന് ശബരിമലയ്ക്കകത്തുള്ള സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്കാളിത്തമാണ്. അതുകൊണ്ടാണല്ലോ പത്മകുമാർ എന്ന CPIM നേതാവിന്റെ വീട്ടിലേക്ക് ഇന്ന് SIT പോയത്. ആ SIT നേരത്തെ ജയേന്ദ്രൻ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു SIT സർക്കാർ കൊടുത്തതാണ്. ഈ SIT-യുമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റിന് ഭരണകൂടത്തിന് ഒരു ബന്ധവുമില്ല. ബന്ധവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരിക്കലും നടക്കില്ലായിരുന്നു. അവിടെയാണ് നിഷാദെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ CPIM-ന് അറിയാമായിരുന്നു. ഈ വിഷയം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഈ വിഷയം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ CPIM-നെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വരും. സ്വാഭാവികമായി കേന്ദ്ര ഭരണം ഇതിനകത്തേക്ക് ഇടപെടും. ആ കേന്ദ്ര ഭരണക്കാരെ നമ്മൾക്ക് കീശയിലാക്കാൻ ആവശ്യമായ നടപടി എടുക്കണം. ആ നടപടിയായിരുന്നു സെപ്റ്റംബർ മാസം 20-ാം തീയതി പ്രശാന്തനും പിണറായി വിജയനും വെള്ളാപ്പള്ളിയും വാസവനും എല്ലാം കൂടി പമ്പയുടെ ഓരത്ത് വെച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ആ അയ്യപ്പ സംഗമത്തിലെ ഏറ്റവും വലിയ പ്രഷ്യസ് മൊമെന്റ് ആയിക്കൊണ്ട് വാസവൻ വായിച്ച യോഗി ആദിത്യനാഥിന്റെ കത്ത്. അന്ന് നമ്മൾ വിചാരിച്ചു നിഷ്കളങ്കനാണ് വാസവൻ എന്നാ നമ്മൾ വിചാരിച്ചത്. നിഷ്കളങ്കനല്ല. ED വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി വരുന്ന സമയത്ത് അവരെ ഞങ്ങൾ കീശയിലാക്കി വെച്ചിട്ടുണ്ട് എന്ന നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ കീശയിലാക്കി വെക്കാനുള്ള ഏർപ്പാടായിരുന്നു PM ശ്രീ വരെയുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെടുകയും വളരെ കണ്ണിങ് ആയിക്കൊണ്ട് കൃത്യമായ ദിവസങ്ങൾ വെച്ചുകൊണ്ട് സ്വകാര്യമായി പറയേണ്ട കാര്യങ്ങൾ സ്വകാര്യമാക്കി വെച്ചുകൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ SP വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ടൈം ബൗണ്ടായി കൊടുക്കേണ്ടി വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്.